നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. ഇന്ന് പുറത്തുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ വളരെ വേഗം പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ നിന്നാണ് വാർത്താസന്ധ്യ തുടരുന്നത്. നിർണായക പ്രഖ്യാപനത്തിനായി പി വി അൻവറിന്റെ വാർത്താ സമ്മേളനം നാളെ. തിരുവനന്തപുരത്ത് രാവിലെ 9:30 മാധ്യമങ്ങളെ കാണുന്ന പി വി അൻവർ രാജി പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. തൃണമൂൽ പ്രവേശനത്തിന് പിന്നാലെ അയോഗ്യത ഒഴിവാക്കാനാണ് പി വി അൻവറിന്റെ നീക്കം എന്നതാണ് വിവരം. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്യാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിയമസഹായം ഉൾപ്പെടെ തേടിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിയമോപദേശം അദ്ദേഹം തേടിയിരുന്നു. ഇപ്പോൾ ഇതിലൊരു പ്രഖ്യാപനം നാളെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസുമായിട്ട് അടുത്തു എന്നുള്ള പ്രഖ്യാപനം പി വി അൻവറിന്റെ അടുത്ത അനുയായികൾ തന്നെ നടത്തിയിരുന്നു. മമതാ ബാനർജിയുമായി ചർച്ച നടത്തിയ കാര്യമൊക്കെ അവർ പുറത്തുവിട്ടിരുന്നു. പക്ഷേ സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവർ പാർട്ടി അംഗത്വം എടുത്തു കഴിഞ്ഞാൽ അത് അയോഗ്യതയിലേക്ക് നയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത് കാരണമാണ് നാളെ രാവിലെ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് നിലമ്പൂർ എം എൽ എ പദവിയിൽ നിന്നുള്ള രാജിപ്രഖ്യാപനത്തിന് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. നാളെ രാവിലെ 9:30 തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമങ്ങളെ കാണുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്ത വിവരം പിന്നീട് പ്രഖ്യാപിക്കുകയുള്ളൂ. അതും നാളെ ശേഷം മാത്രമാകും ആ തീരുമാനവും വരിക. നിലവിൽ തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തു, തൃണമൂൽ കോൺഗ്രസുമായി ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകാത്ത വിധം പി വി അൻവറിന് അയോഗ്യത നേരിടേണ്ടി വരും. ഏതായാലും നിലമ്പൂർ മണ്ഡലത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പി വി അൻവർ മത്സരിക്കുകയാണെങ്കിൽ ആ അയോഗ്യത വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെയാണ് നാളെ രാവിലെ 9:30 നിർണായക വാർത്താ സമ്മേളനം പി വി അൻവർ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ട് നിലവിൽ തനിക്കുമേൽ നിലനിൽക്കാൻ സാധ്യതയുള്ള അയോഗ്യത എന്ന വലിയ കടമ്പ ഒഴിവാക്കാനാണ് പി വി അൻവർ ശ്രമിക്കുക. നാളെ അതിന്റെ പ്രഖ്യാപനമാകും വാർത്താ സമ്മേളനത്തിൽ വരിക എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ശരി, ശ്യാംകുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നിർണായക പ്രഖ്യാപനത്തിനായി പി വി അൻവർ നാളെ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് വിവരം. മറ്റൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണം വിദേശത്തേക്കും. പ്രതികളിൽ വിദേശത്തുള്ള ആൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. കേസിൽ ഡിഐജി അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു. അറസ്റ്റിലായവരുടെ എണ്ണം 28 ആയി. 62 പേർ പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. പ്രതികളിലൊരാൾ വിദേശത്തുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 2 മാസം മുൻപ് നാട്ടിൽ വന്നുപോയ പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം കൂടുകയാണ്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പലരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ജില്ലയ്ക്കുള്ളിലെ മുഴുവൻ പ്രതികളെയും 2 ദിവസത്തിനകം പിടികൂടാനുള്ള നീക്കത്തിലാണ് പോലീസ്. തിരിച്ചറിഞ്ഞ പ്രതികളുടെ ഫോൺ കോൾ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും കൗൺസിലിംഗ് നടത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയേക്കും. ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താൻ പ്രയാസമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു. ഡിഐജി അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. പത്തനംതിട്ട SP VG വിനോദ് കുമാർ, DYSP S നന്ദകുമാർ ഉൾപ്പെടെ 25 പേരാണ് സംഘത്തിലുള്ളത്. 24 പത്തനംതിട്ട. മലപ്പുറം അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തുവെന്ന പരാതി. നാട്ടുകാരും അകന്ന ബന്ധുക്കളും ഉൾപ്പെടെ യുവതിയെ ഭീഷണിപ്പെടുത്തി വിവിധയിടങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചുവെന്ന് പോലീസ് പറയുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് ഞെട്ടിക്കുന്ന ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തുവന്നത്. യുവതി മാനസിക വെല്ലുവിളി നേരിടുന്നത് കൊണ്ട് തന്നെ ഒന്നും പുറത്തു പറയില്ലെന്നും പിടിക്കപ്പെടില്ലെന്നുമുള്ള ധൈര്യമായിരുന്നു പ്രതികൾക്ക്. 2022-23 വർഷത്തിലാണ് യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായതെന്ന് FIR-ൽ പറയുന്നു. അയൽവാസിയായ മുഖ്യപ്രതിയുമായി 2015 മുതൽ പരിചയമുണ്ട്. ഇയാൾ പലയിടങ്ങളിലായി കൊണ്ടുപോയി കാഴ്ചവെച്ചു എന്നാണ് പരാതി. ചൂഷണം ചെയ്തത് നാട്ടുകാരും അകന്ന ബന്ധുക്കളുമടക്കം 8 പേർ. ദിവസങ്ങൾക്ക് മുൻപാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതെന്ന് സഹോദരൻ 24-നോട്. അയൽവാസി വ്യക്തി ഇവനെ നിരന്തരം ഫോണിൽ ശല്യപ്പെടുത്തി ശല്യപ്പെടുത്തിക്കാണ്ട് പിന്നെ പൈസ തരും, നാടുണ്ട്, മറ്റു അവിടെ മഞ്ചേരി ഏൽപ്പിച്ചു തരാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ പ്രകടനം നടത്തും. അതിനൊന്നും ഇവർ ഭയങ്കര കാരണം ഒരു ബുദ്ധില്ലല്ലോ. അങ്ങനെ ഒരു പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ഇവന് പിന്നെ പല ആളുകൾക്കും പെൺവാണിഭം നടത്തി കളിക്കും. പല സ്ഥലങ്ങളിലായി സഹോദരി പറഞ്ഞു ഞങ്ങൾ ചെറിയ സൂചന കിട്ടി നമ്മളിവിടെ ഒരു മെമ്പറോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ വാർഡ് മെമ്പറിനെ അതിനും നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനം കിട്ടിയില്ല. ഇതിലൊരു നമുക്ക് കിട്ടിയൊരു 8 വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇനിയും ഇതിൽ ആൾക്കാരുണ്ട്. നമുക്ക് തെളിവ് കഴിയുന്ന ഇവരെ പ്രതികൾ സമ്മതിച്ചതാണ്. ഇല്ല, ഇതുവരെ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. വളരെ വിഷമമുണ്ട്. ഞങ്ങൾ വളരെ വിഷമത്തിലായി പറഞ്ഞു. പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും മാനന്തവാടി, കോഴിക്കോട്, മഞ്ചേരി, അരീക്കോട് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതെന്ന് പോലീസ് പറയുന്നു. ഒരു പ്രതി യുവതിയുടെ 15 പവൻ സ്വർണവും 40,000 രൂപയും കവർന്നു.
38-കാരിയായ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. നിലവിൽ ഇവർ ചികിത്സയിലാണ്. കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. നിലവിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അന്വേഷണം നടക്കുന്നുവെന്ന് പോലീസ്. 24 മലപ്പുറം. നടി ഹണി റോസിന്റെ പരാതിക്ക് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ. പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. ഇന്നലെയാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. നടിയുടെ വസ്ത്രധാരണത്തിനെതിരായ ചാനൽ ചർച്ചകളിലെ രാഹുൽ ഈശ്വറിന്റെ പരാമർശങ്ങൾക്കെതിരെയാണ് പരാതി. രാഹുലിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ സ്വദേശി സലീം കൂടി രംഗത്തെത്തി. 2 പരാതികളിലും പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. കേസിൽ കസ്റ്റഡി ഉണ്ടാകുമെന്ന സൂചന ലഭിച്ചതോടെയാണ് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചത്. ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. രാഹുലിൻ്റേത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന പരാമർശമല്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഹണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. ഹണി റോസിനെതിരെ മോശം കമന്റ് ഇട്ടു എന്ന കേസിൽ കൂടുതൽ പ്രതികളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. തൃശൂർ പീച്ചി ഡാമിന്റെ റിസർവോയറിൽ 4 പെൺകുട്ടികൾ വീണു. 4 പേരെയും രക്ഷപ്പെടുത്തി. 3 പേരുടെ നില ഗുരുതരമാണ്. പെൺകുട്ടികളുടെ ചികിത്സയ്ക്കായി പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കുട്ടികൾ വരുമ്പോൾ തന്നെ ഒരു പൾസ് കിട്ടാത്തൊരു പൊതുസ്ഥിതി ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ വെന്റിലേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. എല്ലാ വിഭാഗം ഡോക്ടർമാരും നോക്കുന്നുണ്ട്. നല്ല ശക്തമായിട്ടുള്ള ജാഗ്രത കാണിക്കുന്നുണ്ട്. പുറത്തുനിന്ന് ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരെ കൊണ്ടുവരണോ എന്ന കാര്യം ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ തന്നെ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചികിത്സയുമായി ബന്ധപ്പെട്ടൊരു പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാകില്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 പേർക്ക് നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ചെറിയ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. എന്നാൽ വലിയ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, 3 പേരുടെ ആരോഗ്യനിലയാണ് ഗുരുതരമായി തുടരുന്നത്. ഇവരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടോ? എന്താണ് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്? പ്രവിധ അല്പം ഗുരുതരമായി തന്നെയാണ് ഇവരുടെ ആരോഗ്യസ്ഥിതി തുടരുന്നതെന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരെ അടക്കം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് എത്തിക്കും. അല്പസമയത്തിനകം ഈ ഡോക്ടർമാരെത്തി കുട്ടിയുടെ നിലവിലത്തെ സ്ഥിതി എന്തെന്ന് പരിശോധിക്കും എന്നുള്ളതാണ് ഒടുവിൽ റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചത്. 4 കുട്ടികളും നിലവിൽ ഈ വെന്റിലേറ്ററിലാണുള്ളത്. അതിൽ 3 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. അലീന, ആൻഗ്രീസ്, അതുപോലെ തന്നെ ഇറിൻ എന്നിങ്ങനെ 3 കുട്ടികളുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. ഇന്ന് ഈ നിമയുടെ വീടിന് സമീപത്ത് നടന്ന പീച്ചിയിലെ നിമയുടെ വീടിന് സമീപത്ത് നടന്ന പള്ളിപ്പെരുന്നാളിൻ്റെ ഭാഗമായാണ് ഈ കുട്ടികൾ ഇവിടെ എത്തിയത്. ഈ നിമയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് ഇവർ ഈ ഡാമിൻ്റെ റിസർവോയറിൽ കുളിക്കാൻ ഇറങ്ങുന്നത്. അങ്ങനെ ഈ താഴ്ചയിലേക്ക് ഇവർ മുങ്ങി താഴുകയായിരുന്നു. നിമയുടെ ചേച്ചിയാണ് ഈ വിവരം നാട്ടുകാരെ ധരിപ്പിക്കുന്നത്. പക്ഷേ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം അടക്കം നാട്ടുകാർക്ക് പൂർത്തിയാക്കാനായി ഈ നിമയാണ് ആദ്യം രക്ഷിക്കുന്നത്. നിമയ്ക്ക് CPR നൽകുന്നു. നിമയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ആ സമയത്ത് നിമയുടെ ആരോഗ്യസ്ഥിതി ഒരു ആശങ്കപ്പെടുത്തുന്ന തലത്തിലല്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പിന്നീട് ഈ വൈകിയാണ് ഈ 3 പേരെ കണ്ടെടുക്കുന്നത്. പക്ഷേ 15 മിനിറ്റിനകത്ത് തന്നെ ഈ 3 പേരെയും രക്ഷിക്കാനായി ഈ 4 പേർക്കും CPR നൽകിയത് ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ ചെറിയ രീതിയിലെങ്കിലും ഇവരുടെ ഈ ആരോഗ്യസ്ഥിതിയിൽ ഒരു മെച്ചപ്പെട്ട നില ഉണ്ടാക്കാൻ സാധിച്ചതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവർ. എന്തായാലും 4 പേരും നിലവിൽ വെന്റിലേറ്ററിലാണ് തുടരുന്നത്. പക്ഷേ ഇതിൽ നിമയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയില്ല. പക്ഷേ ബാക്കി 3 പേരുടെയും ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നവരും. പ്രവിധ, ശ്രീ സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പീച്ചി ഡാമിന്റെ റിസർവോയറിൽ 4 പെൺകുട്ടികൾ വീണു. 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. സംസ്ഥാനത്ത് വിവിധ വാഹനാപകടങ്ങളിൽ ഇന്ന് 4 മരണം. തൃശൂർ ഒല്ലൂരിൽ KSRTC ബസ്സിടിച്ച് വയോധികരായ 2 സ്ത്രീകൾ മരിച്ചു. കോട്ടയത്ത് വ്യത്യസ്ത അപകടങ്ങളിൽ വീട്ടമ്മയ്ക്കും യുവാവിനും ജീവൻ നഷ്ടമായി. അപകടങ്ങളിൽ 15 പേർക്ക് പരുക്കേറ്റു. തൃശൂർ ഒല്ലൂർ ചീരാച്ചിയിൽ KSRTC ബസ്സിടിച്ചാണ് വയോധികരായ 2 സ്ത്രീകൾ മരിച്ചത്. ചിയാരം വാകയിൽ റോഡ് സ്വദേശികളായ പൊറാട്ടുകര വീട്ടിൽ ദേവസിയുടെ ഭാര്യ എൽസി, പൊറാട്ടുകര വീട്ടിൽ റാഫേലിന്റെ ഭാര്യ മേരി എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6:30യോടെയായിരുന്നു അപകടം. കുർബാനയ്ക്ക് പോകുന്നതിനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോയ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. കോട്ടയം ഏറ്റുമാനൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് വീട്ടമ്മയും, ഈരാറ്റുപേട്ടയിൽ കാർ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചുകയറി യുവാവും മരിച്ചു. കാക്കനാട് ഇൻഫോ പാർക്ക് സ്വദേശി എൽസി മാത്യുവും കൊണ്ടൂർ സ്വദേശി അബ്ദുൽ ഖാദറുമാണ് മരിച്ചത്. കണ്ണൂർ ചെറുപുഴയിൽ കുട്ടികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ ബസ്സിടിച്ച് തെറിപ്പിച്ചു.
സൺഡേ സ്കൂൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. 6 കുട്ടികൾ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ട്രാവലർ മറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട ട്രാവലർ പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. നാടിനെ ഭീതിയിലാക്കിയ കടുവയെ പിടികൂടാൻ വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ രാപ്പകൽ തിരച്ചിൽ. തിരച്ചിലിനായി കുങ്കിയാനകളായ കോന്നി സുരേന്ദ്രനെയും വിക്രമിനെയും അമരക്കുനിയിലെത്തിച്ചു. പ്രദേശത്ത് കടുവ സാന്നിധ്യം ഉറപ്പായതോടെ 3ാമത്തെ കൂടും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രത്യേക അറിയിപ്പ്. അമരക്കുനി ഭാഗത്ത് കടുവയുടെ സാന്നിധ്യമുള്ള മേഖലകളിൽ വനം വകുപ്പ് പല സംഘങ്ങളായി തിരച്ചിൽ നടത്തുന്നതിനാൽ പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ ഇന്ന് രാവിലെ എത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 3 സംഘങ്ങളായി തിരിഞ്ഞ് അമരക്കുനി അരിച്ചുപെറുക്കി. കവലയിലെ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിൽ കടുവ സാന്നിധ്യത്തിന്റെ സൂചനകൾ നൽകുന്ന കാഷ്ടം അടക്കമുള്ള അവശിഷ്ടങ്ങൾ കിട്ടി. ഇവിടെ 3ാമത്തെ കൂട് സ്ഥാപിച്ചു. നേരത്തെ 2 ആടുകളെ കൊന്നിട്ട സ്ഥലത്ത് സ്ഥാപിച്ച കൂടുകളും സ്ഥാനം മാറ്റി. ഒപ്പം ക്യാമറ ട്രാപ്പുകളും നിരീക്ഷണ ക്യാമറകളും. വിക്രം, സുരേന്ദ്രൻ തുടങ്ങിയ കുങ്കിയാനകൾ അമരക്കുനിയിലേക്കെത്തി. നാളെ രാവിലെ തെരച്ചിലിന് ഇവയെ ഉപയോഗിക്കും. കുങ്കി പെട്രോളിങ്ങിന് വേണ്ടിയിട്ട് 2 ആനകളെ, വിക്രം അതുപോലെ തന്നെ സുരേന്ദ്രൻ എന്നീ കുങ്കി ആനകളെ പുത്തങ്ങ ആന ക്യാമ്പിൽ നിന്നും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കുങ്കി പെട്രോളിംഗ് നാളെ ആരംഭിക്കുന്നതാണ്. അതുകൂടാതെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയും നമ്മൾ രാത്രികാലത്ത് നടത്തുന്നതാണ്. തെർമൽ ഡ്രോൺ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രികാലത്തും ഈ കടുവയുടെ സഞ്ചാരപഥം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കുറ്റിക്കാടുകളും കാപ്പിത്തോട്ടങ്ങളും നിറഞ്ഞതാണ് അമരക്കുനി. കടുവ ഇറങ്ങിയതോടെ കാപ്പി പറിക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ നിർത്തിവച്ചിരിക്കുകയാണ് നാട്ടുകാർ. വനം വകുപ്പിന്റെ ദൗത്യം വിജയിച്ചാൽ മാത്രമേ ഇവർക്ക് സ്വസ്ഥമായ ജീവിതം വീണ്ടെടുക്കാൻ കഴിയൂ. കടുവ അവസാനം ക്യാമറ ട്രാപ്പിൽ കുടുങ്ങിയത് 2 ദിവസം മുമ്പാണ്. ഇന്ന് നൈറ്റ് പട്രോളിങ്ങും തെർമൽ ഡ്രോൺ നിരീക്ഷണവും തുടരും. 3 കൂടുകളിൽ ഒന്നിൽ കടുവ വീഴും എന്നാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ. ഒപ്പം നാട്ടുകാരുടെയും. അമരക്കുനിയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24. ഇടുക്കി ഉപ്പുകുന്നിലും പാലക്കാട് കല്ലിക്കോടും കാട്ടുപന്നിയുടെ ആക്രമണം. ഉപ്പുകുന്നിൽ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. കല്ലിക്കോട് സ്കൂട്ടർ യാത്രക്കാരിയെ കാട്ടുപന്നി ഇടിച്ചു തെറിപ്പിച്ചു. ഇതിനിടെ തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയായ കബാലി കാർ ആക്രമിച്ചു. ഇടുക്കി ഉപ്പുകുന്ന് പൊന്തംപ്ലാക്കൽ PR രാജനാണ് കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റത്. പുലർച്ചെ ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം. കൈക്ക് ഗുരുതര പരിക്കേറ്റ രാജനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷം കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാലക്കാട് കല്ലടിക്കോട് ദേശീയപാതയിൽ കാട്ടുപന്നി സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു തെറിപ്പിച്ചു. ദേശീയപാതയിൽ മാപ്പിള സ്കൂളിന് സമീപം ഇന്ന് രാവിലെ 10:45ഓടെയാണ് സംഭവം. സ്കൂട്ടർ യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രദേശത്ത് ഏറെ നേരം കാട്ടുപന്നി ഭീതി പരത്തി. പിന്നീട് കാട്ടുപന്നി എങ്ങോട്ട് പോയെന്ന് വ്യക്തമായില്ല. അതിരപ്പള്ളിയിൽ കൊമ്പൻ കബാലി കാർ ആക്രമിച്ചു. പിറവത്ത് നിന്ന് മലക്കപ്പാറയിലേക്ക് പോവുകയായിരുന്ന വിനോദസഞ്ചാരികളുടെ കാറാണ് ആക്രമിച്ചത്. കാറിന്റെ ബോണറ്റിന് കേടുപാടുകൾ വരുത്തി. വിനോദസഞ്ചാരികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 24 ഇടുക്കി. സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിഷേധങ്ങളുടെയും സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ വിളിച്ച സമവായ ചർച്ച അല്പസമയത്തിനകം ഏകീകൃത കുർബാനയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് മെത്രാപ്പൊലീത്തൻ വികാരിയായി ചുമതലയേറ്റ ശേഷം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കിയിരുന്നു. പൊളിറ്റിക്കൽ പവർ ഉണ്ടെന്നും ഇനി വിലപേശലിലേക്കാണ് പോകുന്നത് എന്നും ഒരു വിഭാഗം വൈദികർ മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി ആൻ മെറിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആൻമരിയ, കളക്ടറുടെ നേതൃത്വത്തിലുള്ള ചർച്ച എപ്പോഴാണ് ആരംഭിക്കുക? അൽമായ മുന്നേറ്റം ഈ ചർച്ചയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ള പ്രതികരണം കൂടി നടത്തിയിരുന്നു. എന്താണ് നിലവിൽ അവിടെ സംഭവിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിധ ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും എറണാകുളം അങ്കമാലി അതിരൂപത കലുഷിതമായിരിക്കുകയാണ്. വളരെ വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപത ബസിലിക്കയ്ക്ക് മുന്നിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പ്രതിഷേധ റാലി നടന്നു. അതിനുശേഷം ജനാഭിമുഖ കുർബാന, ബസിലിക്കയ്ക്ക് പുറത്തു നിന്നുമുള്ള ജനാഭിമുഖ കുർബാന നടത്തി. അതിനുശേഷമുള്ള പൊതുസമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ എത്തിയതിനു ശേഷം ഇവർ നമ്മളെ അറിയിച്ചിരുന്നത് കളക്ടർ വിളിച്ച യോഗം അത് അവരെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല എന്നാണ് നമ്മളോട്
പറഞ്ഞിരുന്നത്. അതിനുശേഷം ഇവിടെ മാധ്യമങ്ങളോട് ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന് കളക്ടർ അറിഞ്ഞതിന് ശേഷം അല്പസമയങ്ങൾക്ക് മുൻപ് ഈ കളക്ടറിന്റെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഒരു വിഭാഗം വൈദികരെ അറിയിക്കുന്നു. ഈ കളക്ടർ വിളിച്ച യോഗത്തിന് ഞങ്ങൾ പങ്കെടുക്കും. പക്ഷേ അതിനകത്ത് തീരുമാനമെടുക്കാൻ പ്രാപ്തരായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ മാത്രമേ, ജോസഫ് പാംപ്ലാനി അടക്കമുള്ളവർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ചർച്ചയ്ക്ക് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ചർച്ച കൊണ്ട് കാര്യമില്ല. ഞങ്ങൾ ഇനി ഒരു വിലപേശലിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒരു പൊളിറ്റിക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരും പോലീസും ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിരിക്കും. ഈ രീതിയിലുള്ള വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്കൂടെ ഈ സിറോ മലബാർ സഭ എറണാകുളം ബസിലിക്കയ്ക്ക് മുമ്പ് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. 7 മണിക്കാണ് കളക്ടർ വിളിച്ച ചർച്ച. ആ ചർച്ചയിലായിരിക്കും അന്തിമമായിട്ടുള്ള ഒരു ആൻമറി സണിയാണ് വിവരങ്ങൾ നൽകിയത്. സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിനിധികളുമായി ജില്ലാ കളക്ടർ സമവായ ചർച്ച അല്പസമയത്തിനകം നടത്തുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇനി ശബരിമലയിലേക്കാണ് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. മകരസംക്രമ സന്ധ്യയിൽ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കമായി. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്കാണ് തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങിയത്. മകരവിളക്ക് ദിവസം തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. ആചാരപ്പെരുമയിൽ തന്നെയാണ് ഇത്തവണത്തെയും തിരുവാഭരണ ഘോഷയാത്ര. പന്തളം കൊട്ടാരത്തിൽ നിന്നും രാവിലെ തന്നെ തിരുവാഭരണം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് മാറ്റി. തുടർന്ന് 12 മണിവരെ ഭക്തജനങ്ങൾക്ക് കാണാനുള്ള അവസരമൊരുക്കി. ശേഷം പ്രത്യേക പൂജകൾ. കൃത്യം 1 മണിക്ക് തന്നെ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്നും ശബരിമലയിലേക്ക് പുറപ്പെട്ടു. പന്തളം കൊട്ടാരത്തിലെ തൃക്കേട്ടനാൾ രാജരാജവർമ്മയാണ് ഇത്തവണ യാത്ര നയിക്കുന്നത്. ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി പൂജിച്ച ഉടവാൾ രാജരാജവർമ്മയ്ക്ക് കൈമാറി. പരമ്പരാഗത കാനനപാതയിലൂടെ സഞ്ചരിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ഐരൂർ ക്ഷേത്രത്തിൽ വിശ്രമിക്കും. നാളെ ലാഹയിലെ ദേവസ്വം ബോർഡ് സത്രത്തിലാണ് വിശ്രമം. പതിനൊന്നിടങ്ങളിൽ പേടകം തുറന്ന് തിരുവാഭരണം ദർശിക്കാൻ അവസരമൊരുക്കും. ഇത്തവണയും ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള 26 അംഗ സംഘമാണ് തിരുവാഭരണം വഹിക്കുന്നത്. മകരവിളക്ക് ദിവസം 5 മണിയോടെ ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്ര ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കും. തുടർന്നാണ് സന്നിധാനത്തെ ചടങ്ങുകൾ. 24 പത്തനംതിട്ട. നോക്കാം ശബരിമലയിലെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കണ്ണൂർ കണ്ണവംവനത്തിൽ കാണാതായ സിന്ധുവിനായി തിരച്ചിൽ തുടരുന്നു. സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സഹായത്തോടെ വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു ഉൾവനത്തിലെ ഇന്നത്തെ തിരച്ചിൽ. വനമേഖലയിലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പഴയ ക്വാറികളിലും മറ്റ് ജലാശയങ്ങളിലും പരിശോധന നടത്താൻ അണ്ടർ വാട്ടർ ഡ്രോൺ എത്തിക്കും. സിന്ധു എവിടെ? ഈ ചോദ്യത്തിന് ഒരു നാടൊന്നാകെ ഉത്തരം തേടുകയാണ്. ഡിസംബർ 31 വിറക് ശേഖരിക്കാൻ വനത്തിൽ പോയ സിന്ധു പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഇന്നേക്ക് 13 ദിവസമായി. ഒരു സൂചന പോലുമില്ല. സിന്ധുവിനെ കണ്ടെത്താൻ എല്ലാ സാധ്യതകളും തേടുകയാണ് പോലീസും നാട്ടുകാരും. സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ 5 സ്ക്വാഡും അതുപോലെ തന്നെ പോലീസ്, ഫയർഫോഴ്സ്, വനം വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ മറ്റ് സ്ക്വാഡും കേരള പോലീസിലെ തണ്ടർ ബോൾട്ടിൻ്റെ വിഭാഗം കൂടിയുള്ള തെരച്ചിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. വനത്തിലുള്ള ദുഷ്കരമാണ്. അത് നമ്മൾ കാടറിയുന്ന
ആൾക്കാരെ കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് തെരച്ചിൽ നടത്തുന്നത്. വനത്തിലെ തിരച്ചിലിനൊപ്പം പ്രദേശത്തെ ജലാശയങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പഴയ കോറികളിലും തിരച്ചിൽ നടത്തും. ഇതിനായി അണ്ടർ വാട്ടർ ഡ്രോൺ എത്തിക്കാനാണ് തീരുമാനം. എല്ലാ രാഷ്ട്രീയ പാർട്ടിൻ്റെയും സന്നദ്ധ സംഘടനകളും ഇന്നിപ്പോഴേ അവിടെ ഇറങ്ങിയിരിക്കുകയാണ് പല സ്ഥലത്തുമായിട്ട്. വെള്ളത്തിലും അതുപോലെ തന്നെ അതോടൊപ്പം ഫയർ എഞ്ചിനും പോലീസും ഒക്കെ തന്നെ തെരച്ചിൽ നടത്തുകയാണ്. ഇതെന്താണ് ഇതിന്റെ പിന്നിലെന്ന ദുരൂഹത ആർക്കും മനസ്സിലാവുന്നില്ല. കാടിനെ നന്നായി അറിയുന്ന നാട്ടുകാരുടെ സ്ക്വാഡ് തിരിഞ്ഞുള്ള തെരച്ചിൽ നാളെയും തുടരും. സിന്ധു സുരക്ഷിതമായി തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കുടുംബം. 24 കണ്ണൂർ. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. സഭാ തർക്കത്തിൽ നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ. ഓർത്തഡോക്സ് യാക്കോബായ വിശ്വാസികളുടെ കണക്കെടുപ്പ് നടത്തും. ഇടവകകൾ കേന്ദ്രീകരിച്ചുള്ള കണക്കെടുപ്പിന്റെ ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾക്ക്. കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി മാറ്റിവെച്ചതിൽ എഐസിസി നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അസൌകര്യം അറിയിച്ചതിനെ തുടർന്നാണ് യോഗം മാറ്റിയത് എന്ന് കെപിസിസി നേതൃത്വത്തിന്റെ വിശദീകരണം. ബിജെപി ജില്ലാ അധ്യക്ഷ തിരഞ്ഞെടുപ്പ് നാളെ. മിക്ക ജില്ലകളിലും കനത്ത മത്സരത്തിന് സാധ്യത. ബൂത്ത് മണ്ഡലം അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക വിഭാഗത്തിന് മേൽക്കൈ. സംഘർഷങ്ങൾക്ക് അയവില്ലാതെ മണിപ്പൂർ. അസം റൈഫിൾസിന്റെ താൽക്കാലിക ക്യാമ്പിന് പ്രതിഷേധക്കാർ തീയിട്ടു. വിവിധയിടങ്ങളിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുത്തു. വന്യജീവി ശല്യം പരിഹരിക്കുന്നതിൽ സർക്കാരിന് അനാസ്ഥയെന്ന രൂക്ഷ വിമർശനവുമായി ലത്തീൻ സഭ. ജനങ്ങളെ എങ്ങനെ കഷ്ടപ്പെടുത്താമെന്നാണ് സർക്കാർ ആലോചനയെന്ന് KRLCC പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ. കൊല്ലത്ത് വിദ്യാർത്ഥിനികളോട് ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയ സ്കൂൾ ബസ് ഡ്രൈവറും ക്ലീനറും അറസ്റ്റിൽ. നടപടി 8 വിദ്യാർത്ഥിനികൾ നൽകിയ പരാതിയിൽ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇതോടെ വാർത്താസന്ധ്യയുടെ സമയം പൂർണ്ണമാവുകയാണ്.